എന്തുവാ അന്റെ തിരുമ്പലൊന്നും കഴിഞ്ഞിട്ടില്ലെന്ന്? ആ താത്ത, ഞാൻ അവന്റെ യൂണിഫോം ഒന്ന് ഒൽബിടാനേ. ഞാനേ എന്റെ കോണിയായിട്ട് പോന്നതാ. നനച്ചുള്ളി കഴിഞ്ഞാത്ത കോണി കൊണ്ട് വന്നിട്ട് ഇപ്പൊ തന്നെ. അതിന്റെ കഥ ഒന്നും പറണ്ട എന്റെ ബിന്ദുവോ. കഴിഞ്ഞിട്ടൊന്നുമില്ല, ഞാൻ നിർത്തി. വലിയൊരു പേരാണ് കേറ്റിട്ടിട്ട് എന്റെ അബ്ബാസേ ഇച്ച അവിടുന്ന് കുറച്ച് മുതലിട്ടിയതുകൊണ്ട് അതേറ്റു ഒരു പേരാണ് വലുതാക്കി കേറ്റിട്ടു. ഏതായാലും നിങ്ങളെ മുതൽ വിറ്റ പൈസ കൊണ്ടേ ഒരു പേരുണ്ടാക്കിയതുകൊണ്ട് ഒരു നല്ല ഭംഗിയുള്ള പേരുണ്ടല്ലോ. ഏതായാലും ചൊറുക്കുള്ള പേരന്നെ ഉള്ളു ബിന്ദുവോ. അതിന്റെ ഉള്ളത്തെ സ്ഥിതി അനക്ക് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ, അനക്കറിയില്ലേ. ആദ്യമൊക്കെ ഞങ്ങക്ക് ആരേലും 10 ഉറുപ്പ്യ തന്നീന്നു. ഇപ്പൊ ഈ വലിയ പേരും കൂടിയും കേറ്റിനാലേ ഒരു സഹായവും ഞങ്ങൾക്ക് ഇപ്പൊ കിട്ടലില്ല. അതൊക്കെ എന്റെ അബ്ബാസിനെ പറഞ്ഞാ മതി, വേറെ ആരാളും പറയണ്ട. അബ്ബാസിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഞാൻ ആലോചിച്ചു, ഓൻ പോയിട്ട് 5-6 മാസമായല്ലോ, പൈസ ഒന്നും അയക്കലില്ലേ? പൈസ ഒക്കെ അയക്കലുണ്ട് ബിന്ദു ഓന്. പിന്നെ ഓൻ പോയ കട ഇപ്പൊ വീടിയിട്ടുള്ളൂ. പിന്നെ ഓന്റെ പെണ്ണുങ്ങളെ സോക്കെടുപ്പ് എനിക്ക് അറിയില്ലേ, അതിന് ചികിത്സിച്ചാനൊന്നും ഉള്ളൂ ഓനക്ക് കിട്ടണ പൈസ. പിന്നെ സുക്കൂറിന്റെ സ്ഥിതി എനിക്ക് അറിയില്ലേ, ഒരു പണിക്കും പോവില്ലല്ലോ, ഓൻ നേരം വെട്ടാ തെണ്ടി തിരിഞ്ഞ് നടക്കല്ലേ. എല്ലാരും സ്ഥിതി അങ്ങനെയൊക്കെ തന്നെയാണ് താത്ത. നടന്നു നോക്കിയാൽ നിരന്ന വിളയാണ്. അല്ലാത്ത ബീരാങ്ങാക്കല്ലേ കുറച്ചു നേരത്തെ ഡ്രസ്സൊക്കെ മാറ്റിയാണ്ട് പോണുണ്ട്. നീ എവിടേക്കായി പോണേ? എന്റെ നാത്തൂന് ആഴ്ചമ്മില്ലേ, ഓള് വിളിച്ചീനു. ഓളെ മക്കള് ലണ്ടനിലൊക്കെ അല്ലേ, റമദാനല്ലേ വരുന്നത്. എത്തേലും അമ്മങ്കാക്കൊക്കെ അയച്ചിട്ടുണ്ടാവും, അത് കൊടുക്കാനായിട്ടായിരിക്കും ഓള് വിളിച്ചത്. നിങ്ങക്ക് ഇനിയിപ്പോ നോൽമ്പൊക്കെ അല്ലേ വരുന്നത്, അപ്പൊ ഞാൻ അരിപ്പൊടിയും കിറ്റും അതും ഇതൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടൂലേ, അതുകൊണ്ടൊക്കെ അങ്ങനെ കഴിഞ്ഞു പോവാലോ. ആ സമാധാനത്തിൽ തന്നെയാണ് ബിന്ദു. ഞാൻ ഇക്കുറി അരിയൊന്നും വെള്ളത്തിലിട്ട് പൊടിപ്പിച്ച് വെച്ചിട്ടില്ല. പിന്നെ എന്റെ ആങ്ങളെ വന്നീനു, ഓന് നോൽമ്പങ്ങൾക്കുള്ള സാധനങ്ങളൊക്കെ കുറച്ച് കൊടുന്നാ നിൽക്കണു. ഓൻ കൊല്ലം നോൽമ്പിനെ കുറച്ച് സാധനം വെച്ച് കൊടുന്നു തരും. ജീവിതമൊക്കെ അങ്ങനെ തന്നെയാണ് താത്ത. ഒരു കയറ്റത്തിനൊരു ഇറക്കം ഉണ്ടാവൂലേ, എന്തെങ്കിലുമൊക്കെ ശരിയായിക്കോളുന്നേ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആ കാക്ക നിങ്ങളോ? എന്നിട്ട് കയറി ഇരിക്ക പെരേക്ക്. ആ കസാല വലിച്ചോണ്ട് ഇങ്ങോട്ട് ഇരുന്നോളി. ഇവിടെ ഇരുന്നാ മതി. അല്ല കാക്ക, ഏർപ്പാടൊന്നുമില്ല. ഇപ്പൊ അങ്ങാടിയിൽ ഏത് സമയം കാണുന്നുണ്ടല്ലോ നിങ്ങളോ? പണി കാര്യമായിട്ടൊന്നുമില്ല. എനിക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു പെങ്കട്ടാണ്, അതൊന്നും ഇപ്പൊ നടക്കണില്ല. പിന്നെ മേലെയാൾക്ക് ഒരു പണിക്കിച്ചിട്ട് വെച്ചാനും. പഴയ കാലത്ത് തന്നെ നിങ്ങൾ മേനയാളൊക്കെ പണിയെടുത്ത് നമ്മൾ കണ്ടിട്ടില്ല. ഇപ്പൊ ഏതെങ്കിലും നിങ്ങൾക്ക് വയസ്സായി, നിങ്ങൾ അതേ സ്വഭാവം തന്നെയാണ് നിങ്ങളെ കാരണാല മോൻ സുക്കൂർന്നു. എന്റെ ചെറിയ താവജോന് കിട്ടിയിരിക്കണു. ഞാൻ ഓന്റെ അളാപ്പല്ലേ, കുറച്ചൊക്കെ ഉണ്ടാവുമല്ലോ. വെറുതെ പണിക്കൊന്നും പോവാതെ അങ്ങനെ മടിച്ചു നിൽക്കണ്ട. നിങ്ങള് വട്ടച്ചെലവിനെങ്കിലും എന്തെങ്കിലും കിട്ടൂലേ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ? അല്ലെങ്കിൽ തടി ഇറപ്പാവും. എന്തെങ്കിലും ഒരു പണിക്ക് പോകണമെന്ന് വിചാരിച്ചേക്കണു. ഇനിയിപ്പോ എന്തായാലും റമദാനാണ് കജ്ജട്ടേച്ചിട്ട് നിൽക്കുകയാണ്. പിന്നെ ഇമ്രാജിന്റെ ഒരു കാര്യം പറയാനും കൂടിയാണ് ഞാൻ വന്നത്. അല്ല, അതിപ്പോ എന്താ ഇമ്രാജിന്റെ ഒരു കാര്യം പറയാൻ? ഇമ്രാജിന്റെ വക ഈ റമദാനിലെ കിറ്റൊന്നും കൊടുക്കണില്ല അത്രേ. ജക്കാത്തും പൈസ തന്നെ ആളെ നോക്കിയിട്ടേ കൊടുക്കുള്ളൂ എന്നാണ് ഇപ്പൊ എന്നോട് പറഞ്ഞത് അയാള്. ഞാനപ്പ അയാളോട് പറഞ്ഞേ അനീഫ മഹല്ല് മൊത്തം കിറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അയാള് പറയാണ് വട്ടിപ്പലിശയായിട്ടല്ല റമദാന്റെ കിറ്റ് കൊടുക്കേണ്ടത്. അല്ല, ഇത് കേട്ടപ്പോ നിങ്ങൾ ഇമ്രാജിനോട് എന്തേ പറഞ്ഞത്? അന്നെ പറ്റി പറഞ്ഞാൽ ഞാൻ കേട്ടുക്കുവോ? നല്ലോണ്ട് പറഞ്ഞു, ഓന്റെ ഹലാലായ പൈസയാണ്, ഇല്ലാത്ത കാര്യം പറഞ്ഞുണ്ടാക്കരുത്, നല്ലാണ്ട് ഒലിപ്പി വിട്ടുകയാണ്. എന്തിനാണ് നിങ്ങൾ അതൊക്കെ പറയാൻ പോയത്? നിങ്ങൾക്ക് എന്തെങ്കിലും ചില്ലറ കിട്ടുന്നത് ഇല്ലാതാക്കണ്ടിനോ? എന്തെങ്കിലും പറഞ്ഞോട്ടെ. എനിക്കും പഠിച്ചോനറിയാം ഇന്റെ കാശ് എന്താണ്, ഞാൻ എന്താണ് കൊടുക്കേണ്ടത്, റബ്ബിന് എനിക്കും തന്നെ അറിയുള്ളൂ. എനിക്കും ഓന്റെ ആ നക്കാപ്പീച്ച കിട്ടിയില്ലെങ്കിലും വേണ്ട, അന്നെ പറ്റി പറഞ്ഞാൽ ഞാൻ കേട്ടുകൊണ്ടിരിക്കൂല. എനിക്കും എന്തേമാണെങ്കിൽ അന്നോട് ചോദിച്ചൂടെ? നമ്മളെ കിറ്റ് റമദാൻ 1 മുതൽ ഞാൻ കൊടുക്കണമെന്നാണ് ഉദ്ദേശിക്കേണ്ടത്. ഞാൻ അഞ്ചനാണ് കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചു കണ്ട്, നോമ്പറ്റ് കണ്ട് ഓനെ കൊണ്ട് ഒറ്റക്ക് കഴിയൂല. അപ്പൊ നിങ്ങളൊന്ന് കൂടി കൊടുത്തുകാണ്ട് അതിന്റെ വേണ്ടേ ചെയ്യണം. അതിനെ എന്താ വെച്ചാൽ ഞാൻ ചില്ലറ തരണ്ട്. അതിന് ചില്ലറൊന്നും തരണ്ട. ഞാൻ നോമ്പ് കഴിയോളം അന്തരോന്റെ ഒപ്പം കൂടിക്കൊണ്ട് അതൊരു പ്രശ്നേ അല്ല. പിന്നെ ഞാനിത് കായുണ്ടെങ്കിൽ 1000 ഉറുപ്പ്യ കാട്ടിക്ക ഉണ്ടെങ്കിൽ മതി കേട്ടോ. ഉണ്ടെങ്കിൽ ഒരു 1000 ഉറുപ്പ്യ കിട്ടിയാൽ നന്നായിരുന്നു. ഞാൻ 2 ദിവസം കൊണ്ട് കൊടുന്നേരണ്ട്. 1000 ഉറുപ്പ്യയുടെ വെച്ചോളി, ഇനി തിരിച്ചു വരുമൊന്നും വേണ്ട. എത്തൊക്കെ കുട്ടിത്തെ വർത്താനൊക്കെ? നഫീസിന് മുന്നത്തെ അസുഖം ഇപ്പോഴും ഉണ്ടോ? സോക്കടൊക്കെ പേൻ തന്നെയാണ്. അതിപ്പോ എന്നുള്ള സോക്കടന്നല്ലേ. എനിക്ക് അവിടെ ഒന്ന് വന്നൂടെ നന്നാ? 10 ദിവസത്തെ ലീവിനാണ് കാക്ക ഞാൻ അവിടുന്ന് പോന്നിട്ടുള്ളത്. റിട്ടേൺ ടിക്കറ്റ് വരെ മക്കൾ എടുത്തിട്ടാ പറഞ്ഞയച്ചിട്ടുള്ളത്. അതല്ല എന്നോടൊന്നും ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. ഞാൻ ഇജ്ജും കുട്ടികളും എൻ്റെ കിട്ടിയവനൊക്കെ പാടേ ആ ലണ്ടനിൽ പോയി നിന്നു. നമ്മളൊരു കൂടപ്പറപ്പാളാണ്, ഞമ്മക്കൊന്ന് നേരിട്ട് എപ്പോഴൊന്നും കാണാനും കൂടി പറ്റാത്തൊരവസ്ഥ ഇപ്പോ. അളിയങ്കൊക്കെ കാട് ബിസിനസ്സൊക്കെ ആയില്ലേ, പിന്നെ അവിടുന്ന് ഇട്ടെറിഞ്ഞ് പോരാൻ പറ്റൂല. പിന്നെ നോൽമ്പായതല്ലേ, അപ്പൊ കുറച്ച് സക്കാത്തുകായൊക്കെ ഒന്ന് കൊടുക്കാതിരിച്ച് പോകുന്നതാണ്. എപ്പോഴേലൊക്കെ ഒന്ന് വന്നാലേ നാട്ടിലുള്ള ആൾക്കാരൊക്കെ ഒന്ന് കാണാം. അവിടെ ആവുമ്പോ ഇപ്പൊ ഇവിടെ ഉള്ള ആൾക്കാരൊന്നും കാണാൻ പറ്റൂലല്ലോ. എത്താ പിന്നെ കുഞ്ഞുട്ടിന്റെ വർത്താനം
അപ്പൊ അവിടുന്ന് ഇപ്പൊ പെണ്ണൊക്കെ കെട്ടിന്നുള്ള ഇത് നാളെ വിളിച്ചപ്പോ പറഞ്ഞീന്നു. മരോളൊന്നും കുഴപ്പമില്ലാക്ക. ഞാൻ ഓലെ കൂട്ടിങ്ങോട്ട് വരാൻ വിചാരിച്ചിട്ടേ ഞങ്ങൾക്കൊക്കെ കാണാനേ അണ്ടൊക്കെ ലീവ് കിട്ടിയില്ല. എന്താ പെരയത്തൊക്കെ വർത്താനം? അബ്ബാസ് പോയിട്ട് ഇപ്പൊ 6 മാസമൊക്കെ ആയില്ലേ? ഓൻ പൈസ ഒക്കെ അയക്കലുണ്ടോ? പൈസ ഒക്കെ ഓൻ കുറച്ചൊക്കെ അയക്കലുണ്ട്. ഓന് പോയ കടം തന്നെ കുറെ വീടാണ്ട്. ഞാൻ അളിയങ്കാനോട് പറഞ്ഞേ അബ്ബാസിനെ നമുക്ക് ലണ്ടനിലേക്ക് കൊണ്ടുവരാമെന്ന്. അപ്പോഴാണ് ഇച്ച് പറഞ്ഞത് ദുബായിക്ക് പോകാൻ ശരിയായിട്ടുണ്ടെന്ന്. പിന്നെ ഇപ്പൊ സുക്കൂറിനെ കൊണ്ടുപോയിട്ട് കാര്യമില്ലല്ലോ. അബ്ബാസിനാണെങ്കിൽ പിന്നെ കുറച്ച് വിദ്യാഭ്യാസം ഉണ്ട്. സുക്കൂറിന് അല്ലെങ്കിലും കൊണ്ടുപോയിട്ട് കാര്യമൊന്നുമില്ല. ഇവിടെ തന്നെ ഒരു പണിക്കും പോകില്ല. ഓ ആണ്ടും ഇങ്ങോട്ടും നടക്കണം. ഓൻ്റെ പെണ്ണുങ്ങളെയും കുട്ടികളെയും ചിലവും കൂടി പോയി ഞാൻ കൊടുക്കണം. അതാണ് ഇപ്പൊ പുതിയത്തെ അവസ്ഥ. അനക്ക് 2 മക്കളെ കൊണ്ട് ഒരു കാര്യം ഉണ്ടായില്ല. എന്താ ചെയ്യുക, വയസ്സാം കാലത്ത് ഒരു അവനെ മക്കളെ കൊണ്ടേ ഒരു ഗുണം ഉണ്ടാവും വിചാരിച്ചിരുന്നു. അത് ഉണ്ടായില്ല. എനിക്ക് വർത്താനം പറഞ്ഞാൽ ഇങ്ങനെ ഇരുന്ന് വെള്ളം കൂടി എടുത്തില്ല. നമുക്ക് ചോറൊക്കെ വെച്ചിട്ട് സാവധാനം പോവട്ടാ. കുഞ്ഞോനെ, ബാങ്ക് കൊടുക്കുമ്പോ ജമാഅത്തിന് പള്ളിയേക്ക് വന്നാ പോരെ. ഇത് ഫുൾ ടൈം പള്ളിന്റെ മുറ്റത്തിൽ ഇങ്ങനെ ഇരിക്കണോ? ഇരിക്കേണ്ടി വരും. റമദാനാ വരണ്ടേ. ഒരു വക്തി നമുക്ക് ഒഴിവാക്കാൻ പറ്റൂല. ഇന്റെ ഉപ്പേ ഒരു വക്ത് നിസ്കാരം ഒഴിവാക്കാത്ത ആളാണ് എന്ന് കരുതിയിട്ട് മൂപ്പര് പള്ളിന്റെ മുരറ്റിൽ ഇങ്ങനെ വന്നിരിക്കണില്ല. ബാങ്ക് കൊടുത്ത പേരിന്ന് ഇങ്ങനെ നടന്നു വരികയാണ്. നമുക്ക് അതേമാതിരി ഉടനെ ബാങ്ക് കേൾക്കുമ്പോൾ വന്നാ പോരെ. മൂപ്പർക്ക് ഇബാദത്താണ് ലക്ഷ്യം. ഞമ്മക്കത് മാത്രല്ല, നോമ്പാണ് വരുന്നത്. ചില്ലറൊക്കെ തടണ്ടേ? ഇപ്പോഴല്ലേക്ക് പിടുത്തം കിട്ടിയത്. പള്ളിക്കൊക്കെ മുതലാളിമാര് വരുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയുള്ള ബുദ്ധിയല്ലേ. വല്ലാത്ത സാധനട്ടച്ച് കുഞ്ഞാനെ. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായതില്ലേ സുക്കൂറെ. പിന്നെ ഒരു കാര്യം ഉണ്ട്, ശ്രദ്ധിച്ചോ? എന്ത്? നമ്മളെ ഇമ്മറാജി അനീഫാക്കെ ഈ പള്ളിക്കൊക്കെ വരുന്നില്ലടാ. ഓലല്ലേ നമ്മളെ നാട്ടിലെ വലിയ പൈസക്കാര്. ഓല് ചിലപ്പോ പെരീന്ന് നിസ്കരിച്ചിക്കാർ കുഞ്ഞോനെ. ഓലൊക്കെ പൈസക്കാരല്ലേ. പോടാ പോത്തേ ഉള്ളു. ഓല് നമ്മളെ വല്യള്ളിക്കൊക്കെ വരുന്നുണ്ടാവും. അപ്പൊ നീ നമ്മളെത്ത കാട്ട കുഞ്ഞോനെ? അതിനൊരു വജ്ജുണ്ട്. ഞാൻ ആ പള്ളിക്കൊക്കെ പോവാം. ഇജ്ജ് ഇവിടെ നിന്നു. എന്നാ എവിടെ വരണേ നമുക്ക് അറിയാലോ. അത് നടക്കൂല കുഞ്ഞോനെ. ഇജ്ജാ പള്ളിയൊക്കെ പോയി കഴിഞ്ഞാലേ എന്തെങ്കിലും കിട്ടുമ്പോ എനിക്ക് ഒറ്റയ്ക്കേ കിട്ടുള്ളൂ. എനിക്കൊന്നും കിട്ടൂല. അതുകൊണ്ട് ആണ്ട് ഞാൻ പോയിക്കോളാം. ഇജ്ജ് ഇവിടെ പള്ളിക്ക് നിന്നു. എനിക്കെന്നെ വിശ്വാസമല്ലേ സുക്കൂറെ. നല്ലൊരു മാസമല്ലേ വരണേ. ഞാൻ അങ്ങനെയൊക്കെ ചെയ്യോ? എനിക്ക് എന്തെങ്കിലും കിട്ടിയാൽ ഞാൻ വാങ്ങി തരണ്ട. എനിക്ക് എന്തെങ്കിലും കിട്ടിയാൽ വാങ്ങി തരേണ്ടി വരും. അതൊക്കെ പോട്ടെ കുഞ്ഞോനെ. റമദാൻ മാസം തുറക്കണ ഹോട്ടലിന് എന്തെങ്കിലും ലിസ്റ്റ് എനിക്ക് കിട്ടിയോ? ഇനി നമ്മൾ എന്ത് ചെയ്യും മല്ലയ്യ? ഞാനേ നോമ്പില്ലാത്തവർക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ല അഡ്മിൻ ഞാനാണ്. അതേതായാലും നന്നായി. പിന്നെ ഇനിയും ചേർക്കാം ഗ്രൂപ്പില്. അതിൽ വിവരങ്ങൾ എന്തെങ്കിലും വന്നാ ഹോട്ടൽ തുറക്കണ്ടേ? അത് നടക്കൂല. അതിലൊരു അഡ്മിനെ എൻ്റെ അളാപ്പ കേസിയാണ്. മൂപ്പരുണ്ടാവുമ്പോ എന്നെങ്ങനെ അതിൽ ചേർക്കുക? അയാളെ കൂടെ കുടുങ്ങിക്കണു. ഇജ്ജ് എളാപ്പാണ്ട് പറഞ്ഞാണ്ടി നമ്മൾ കയറുന്ന ഹോട്ടലിക്ക് വരരുതെന്ന്. കഴിഞ്ഞു വരുന്ന മനുഷ്യൻ ബാസാളായിക്കോളും. അതൊക്കെ ഞാനേ എൻ്റെ അളാപ്പ കേസിനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോളൂ. ബാങ്ക് കൊടുക്കണ്ടല്ലോ കുഞ്ഞോനെ. പേരും വയ്ക്കാം. പിന്നെ മോളിലെ അടിയിലൊക്കെ അളവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫുള്ള് റെഡിയാക്കി വേണം. ഇനി കാര്യങ്ങളൊക്കെ മുതലാളി ബാബുവിനോട് വിളിച്ചു പറഞ്ഞാല്. ഇനിയിപ്പോൾ നിങ്ങളെ മുതലാളി ബാബുവിനോട് പറയേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല സാധനം ആവണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നോമ്പിന് കുറച്ച് ദിവസമുള്ളൂ. അപ്പോൾ അതിൻ്റെ മുമ്പ് തന്നെ അതൊക്കെ ഇട്ട് ക്ലിയർ ആക്കി ലോക്കൽ സാധനം ഒന്നും ഇടരുത് കേട്ടോ. കാർബറ്റ് ഫസ്റ്റ് ക്വാളിറ്റി ഒക്കെ ആകുമ്പോഴേ നമ്മൾ പറഞ്ഞ എമൗണ്ടിലേറെ ലേശം കൂടും. പൈസ എത്ര ആയാലും ഒരു പ്രശ്നവുമില്ല. സാധനം നന്നായി നല്ല ഉഷാറാക്കി തന്നാൽ മതി കേട്ടോ. ഞാൻ പോട്ടെന്നാ. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. എവിടുന്ന ഇപ്പൊ ഈ വൈക്കുന്നൊക്കെ ആയിരുന്നു? ഞാനെൻ്റെ പെങ്ങളോടെ പോയി വരികയാണ്. അപ്പൊ നമ്മളാ ഭാരത്തെ കതിയല്ലേ, ഓളെ ചെക്കുണ്ട് വരുന്നു ഓട്ടോറിക്ഷ. അപ്പൊ അതിലിങ്ങോട്ട് കയറി പോന്നു. അപ്പൊ ഓണ്ട് പെരേക്ക് പോയപ്പോഴേ ഞാൻ അവിടെ ഇറങ്ങിയായി. അല്ല ഏതപ്പോ ഒരു കുട്ടി പറഞ്ഞോട് ഇപ്പൊ വർത്താനം പറഞ്ഞിക്കാണ്ട് അങ്ങനെയാണ് പോയത്. അത് നിങ്ങളറിയില്ല. അത് ആ കോട്ടക്കുള്ള ചെക്കനാണ്. അത് നമ്മളാ ചെറിയ പള്ളിയില്ലേ, നിസ്കാരപ്പള്ളി, അവിടുത്തെ ആ കാർപ്പറ്റ് മറ്റേ കേടെന്നക്കും. അപ്പൊ അത് ഞാൻ ഓനോട് വന്നു കണ്ടൊന്ന് അളവെടുക്കാൻ പറഞ്ഞതാ. അതാണ് മാറ്റി കൊടുക്കാച്ചിട്ട്. റമളാനൊക്കെ അല്ലേ. അതെ അതെ നന്നായിടാ. നിങ്ങളിപ്പോ എല്ലാവരും കൂടി ആ വല്യള്ളിക്കൊക്കെ ഒന്നും വരവില്ലല്ലോ. ഈ ഭാഗത്തുള്ളവരൊക്കെ ഇപ്പൊ നമ്മളാ ചെറിയള്ളിക്കാരാണല്ലോ കൂടുതൽ. അതിപ്പോ അങ്ങോട്ട് കുറെ നടന്നു പോരണം. പിന്നെ ഈ തലക്കാമ്പുറത്ത് തന്നെ ഒരു പള്ളി ഉണ്ടാവുമ്പോ അതും അനാഥാക്കിടാൻ പറ്റല്ലോ. പിന്നെ എനിക്ക് കാർപ്പറ്റൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു നല്ല കാര്യല്ലേ. പിന്നെ അതിപ്പോ ദുനിയാവില് മാത്രം പോരല്ലേ നമുക്ക്, നാളെ ആഖിറത്തുക്കും വേണം എന്തേലൊക്കെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് കഴിയണ്ട എന്താ ചെയ്യാ. അല്ല ഇക്കുറി പറ്റിയ നോൻപിനെ കിറ്റൊന്നും കൊടുക്കണില്ലേ? പിന്നെ കിറ്റ് എല്ലാ കുറിയും കൊടുക്കണ്ടല്ലേ? ഇക്കുറിയും കൊടുക്കണുണ്ട്. ആ പടിഞ്ഞാറ് ഇറക്കൊന്നും ഞാൻ കൊടുക്കണില്ല. അവിടെ ഇപ്പൊ അനീഫ് ഉണ്ടല്ലോ. പിന്നെ ഇപ്പൊ കിട്ടിയോടത്തേക്ക് തന്നെ എല്ലാരും കൂടി ഇങ്ങനെ കൊടുത്തിട്ടെന്താ. അത് ഇജ്ജ് പറഞ്ഞത് ശരി തന്നെയാണ്. അനീഫ കണ്ടപ്പോ എന്നോട് പറഞ്ഞിരുന്നു 1000 കിറ്റൊക്കെ കൂടി കൊടുക്കണമെന്ന്. നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ കൊടുക്കി. നിങ്ങളെ ജോലിയിലൊക്കെ പഠിച്ചോൻ ബർക്കത്ത് നൽകട്ടെ. എന്നാലല്ലേ നിങ്ങൾക്ക് അടുത്ത കുറി ഇതേമാതിരിയൊക്കെ ഒന്ന് കൊടുക്കാൻ കഴിയുള്ളൂ. ഏതായാലും ബീരാൻക്ക് നിങ്ങൾ ദോരക്കി. ഇൻഷാ അല്ലാ ഞാൻ ദോരുന്നോണ്ട്. അല്ല ഇജ്ജു എൻ്റെ കാരണവര് മയമ്മൂട്ടിയും വലിയ സുഖത്തിലൊന്നും അല്ലേ? അതാ കഴിഞ്ഞ റമളാനൊക്കെ ബാപ്പാന്റെ മോലൊന്ന് ഓരി വെച്ചു. അപ്പോ 1-2 വർത്താനം ആണ്ടും കൂടെ ഒക്കെ പറഞ്ഞ് കയറി.
ചെറുതായിട്ടും തെറ്റിയതാണ്. എൻ്റെ കാരണവര് മൈമൂട്ടിനെ കണ്ടപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അതെ ഞാൻ ഇപ്പം എന്നോട് ഇത് ചോദിച്ചാണ്ടായത്. ഏതായാലും അവനാൻ്റെ കൂടപ്പറപ്പിന് തെറ്റേ ഇങ്ങനെ തെറ്റി പിന്നൊന്നും നടക്കണ്ട, നന്നായി ജീവിച്ചോളി. റംലാൻ മാസത്തിൽ ഇച്ചിപ്പോൾ പള്ളിക്കൊക്കെ കുറെ കാർപ്പറ്റ് ഇട്ടു, കുറെ കിറ്റ് കൊടുത്തു. ഇതുകൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല. അവനാൻ്റെ ബാക്കിക്കാരായിട്ട് തെറ്റി നടന്നാലേ നാളെ അള്ളാൻ്റെ അടുത്ത് ചെല്ലുമ്പോഴേ അതിനേക്കാൾ ആദ്യം ചോദ്യം ഉണ്ടാവുക. എന്നിട്ടേ പിന്നെ ഈ കൊടുത്ത കാര്യങ്ങളൊക്കെ ചോദിച്ചോളൂ. ബീരാങ്ക, ഓൻ്റെ കാര്യമല്ലാതെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പറയാണ്ടെങ്കിൽ പറയും. ഓനെന്നാ മുതൽ ഒരച്ചെന്നേ പറയാൻ പാടില്ലാത്ത ഓനോട് പറഞ്ഞിട്ടുണ്ട്. യാതൊരു കാരണവശാലും ഞാൻ ഓനേറ്റ് ഇനി ഒരു ബന്ധവുമില്ല. എടാ എൻ്റെ കാരണവരല്ല ഓന്, എൻ്റെ ബാപ്പാൻ്റെ സ്ഥാനത്തുള്ളൊരു മനുഷ്യനാണ്. ഓൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇജ്ജ് പൊരുത്തപ്പെട്ട് കൊടുക്കേണ്ടതൊക്കെ, അല്ലാതെ അതും കനത്തിൽ മനസ്സിൽ വെച്ച് കാണാൻ നടക്കാൻ പാടുണ്ടോ? നല്ല രീതിയിലൊന്ന് മുണ്ടി തൊതാച്ച് നടന്നോളി. റാഫിയെ, ഇന്ന് ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ടാവും, ജിന്നെ വിളിച്ചാ പോരുതട്ടോ. തന്ത നിങ്ങൾക്ക് കളിച്ചറിയോ? ചെക്കന്മാര് പറഞ്ഞാൽ നിങ്ങൾ നടക്കണ്ടെന്നാണ്. നിങ്ങൾ ആ മീൻ കച്ചവടത്തിന് പോവാ, അതന്നെ നിങ്ങൾക്ക് നടക്കുള്ളൂ. ഈ തൊഴിച്ചെടുത്താനും പറയാതെ ഗ്രൗണ്ടിക്ക് വാ, ഗ്രൗണ്ടിൽ നിന്ന് കാണിച്ചു തരാം കളി എന്താന്നുള്ളത്. ഇന്നലെ ഇപ്പൊ നിങ്ങൾ എന്റെ ടീമിലല്ലേ കളിച്ചത്? നിങ്ങൾ ആദ്യം തന്നെ ഗോൾഡൻ ഡക്ക് അടിച്ചാണ് കേറിയില്ലേ? ആ അജ് ഔട്ടാക്കി അതാറുണ്ടാവും, മാങ്ങേറിട്ടല്ലേ. ഞാൻ എന്നൊന്ന് കാണിച്ചിരിക്കുന്നു. ആ എന്താ മിട്ടാക്കാ? ഞാൻ ഒന്നുമില്ലടാ, ഞാൻ എൻ്റെ മീൻകറി ഒരു പണി ഇട്ട് വെച്ചെങ്കിലേ അതൊന്നും ചോദിച്ചു നോക്കാച്ചിട്ട് എന്നെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. അല്ല, അപ്പൊ നിങ്ങളെ ഹോട്ടൽ പണിയൊക്കെ നിർത്തിയോ? ഹോട്ടൽ പരിപാടി നിർത്തില്ല. ഇനിയിപ്പോൾ റമദാനൊക്കെ അല്ലേ വരേണ്ടത്. അപ്പം വലിയൊരു കച്ചവടം ഒന്നും ഉണ്ടാവില്ല. പിന്നെ ചെറിയൊരു കച്ചവടമാണല്ലോ നമ്മളെ കച്ചവടം. മീൻ കച്ചവടം ഇതേമാതിരി തന്നെ റമദാനാകുമ്പോൾ തീരെ ഉണ്ടാവില്ല. ഞാനുള്ള ആൾക്കാരെ തന്നെ ഒഴിവാക്കാനുള്ള പരിപാടിയാണ്. നിങ്ങൾക്ക് ആടിന്റെ പണിയൊക്കെ അറിയണല്ലേ? നമ്മളെ മീൻകറിന്റെ അടുത്തുണ്ട് ആലിയാക്ക, അയാൾക്ക് ഈ റമദാൻ മാസം ആകുമ്പോൾ ഇറച്ചിയും നല്ല ചിലവുള്ള സമയമാണ്. ഞാൻ അവിടെ ചോദിച്ചു നോക്കാം. അതായാലും മതിയടാ, ആ പണിയൊക്കെ വെച്ചാൽ അറിയാലോ. ഈ നോൻപ് കഴിയോളെ ഒരു മാസം ഇങ്ങനെ തട്ടിമുട്ടി പോകണ്ടേ. അപ്പോൾ ബേക്കണ മാതിരി അവിടെ എത്താച്ചി എടുത്തു കൊടുക്കാം നമുക്ക്. ഈ പറഞ്ഞു നോക്കോണ്ടി. ആ ഒരു മാസം തന്നെ കിട്ടുള്ളൂ. ഓൽക്കും തന്നെ ഈ നോമ്പിലുള്ള കച്ചവടം ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഓൽക്കും കച്ചവടം ഇല്ല. ആ നോൻപ് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പീടിക തുറക്കും. എന്നാൽ എൻ്റെ 2 ദിവസം കൊണ്ട് വെച്ച് വിവരം തരുവേണ്ടി. ഞാൻ അവിടെയൊക്കെ നോക്കിയപ്പോഴേ എന്നെ കണിച്ച് ഈ ഗ്രൗണ്ടിന് എത്തുണ്ടാവുന്നതാണ് ഇപ്പോൾ അവിടെ ചക്കന്മാർ. എന്നാൽ ഞാൻ പോട്ടെട്ടാ, ആ വിവരം തരുവേണ്ടിട്ടാണ്. ഓ ലേസേ വെള്ളം കണ്ട് എടുത്താ കുടിച്ചാന്. ആ ഞാൻ കൊണ്ടാ. വല്ലാത്തൊരു ചൂടറേ. എത്താ നമ്മളെ ആഴ്ചമൂന്റെ വർത്താനൊക്കെ? ആഴ്ചമൂനെ സുഖം തന്നെയാണ്. കുട്ടികളൊന്നും പോന്നിട്ടില്ലല്ലോ, ഓളൊറ്റക്കല്ലേ പോന്നിട്ടുണ്ടത്. കുറെയൊക്കെ ഭർത്താനൊക്കെ പറഞ്ഞു, ഓൽക്കൊക്കെ പോരാൻ പൂതി ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. എന്നാലും ആഴ്ചമൂ ആ ദൂരത്തുനിന്ന് വിമാനമൊക്കെ കയറി ഇറങ്ങി വന്നില്ലേ കുട്ടികളൊന്നും ഇല്ലാതെ. ഓൾക്കൊക്കെ പോയി വന്നേ കണ്ണ് കജ്ജായില്ല നബീസോ. കുട്ടിയാക്കേ പോരാനൊക്കെ പൂതി ഉണ്ടായിരുന്നു, ലീവ് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞത്. മരോളൊക്കെ ഞമ്മക്കൊന്ന് കാണുന്നല്ലോ, അപ്പൊ അവിടുന്ന് പെണ്ണൊക്കെ കിട്ടിയതാണല്ലോ ഓന്. അതൊക്കെ പറഞ്ഞു. ഓള് കുറച്ചേ ചില്ലാറൊക്കെ തന്നു പോന്നപ്പോ. നിങ്ങൾ പൈസന്റെ കാര്യം പറഞ്ഞപ്പോഴാ ചോർമ്മ വന്നത്. നിങ്ങൾ പോയാരാ പള്ളിക്കന്നേ കുട്ടികൾ വന്നിരുന്നു. വരിസങ്കേ നോൻപിന്റെ മുന്നേ കൊടുത്ത് തീർക്കണം നന്നിക്കാണ്ട് ലീസ്റ്റ് ഒക്കെ തന്നു പോയി. പൈസ ഒട്ടേറെ ഉണ്ട് നേരത്തെ കുട്ടികൾ പറഞ്ഞടി. ആ കുട്ടികളെ കണക്കിൽ എഴുതിയിരുന്നു 1200 റുപ്യ. കഴിഞ്ഞ കൊല്ലല്ലേ നമ്മള് കൊടുത്തത്, പിന്നെ നമ്മള് കൊടുത്തിട്ടില്ലല്ലോ. അത് നമുക്ക് അടുത്ത ആഴ്ച കൊടുക്കടി. ആഴ്ചക്ക് തന്ന പൈസ കുറച്ചുണ്ടല്ലോ. ഞാൻ അങ്ങോട്ട് പോന്നപ്പോളേ ആ അക്കരമള്ളേ മെയ്തീനെ കണ്ടു. ഏത് മെയ്തീനെ നിങ്ങൾ ഈ പറഞ്ഞത്? ആ ചായപ്പീടിയ കച്ചവടം ചെച്ചിണ്ടേ മൈമുട്ടിന്റെ അന്ത്രോനി പൊന്നാണ്ട് നബീസോ. ഒരു കൊല്ലായിട്ട് ഓലെ ഏട്ടനും അഞ്ചനും ആണ്ടും ഇങ്ങോട്ടും മുണ്ടൂലോരോ. ഞാൻ ആ കാര്യം ആ ചെക്കനോട് പറഞ്ഞു. റമദാൻ മാസം ആയാലും ഓ എല്ലാ സഹായം ചെയ്തിന്റെ ആളാണ് ഈ മെയ്തീന്. അവന് കുറച്ച് കായുണ്ട്, മൈമുട്ടിന്റെ മാരൊന്നുമല്ല. ആ നിസ്കാര പള്ളിക്ക് ഫുള്ള് മറ്റേ അടിയിലിടേണ്ട വിരിച്ചിന സാധനം ഉണ്ടല്ലോ, അതൊക്കെ വിരിച്ചാനൊക്കെ ആൾക്കാരെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ മുണ്ടാതെ നടന്നിക്കാണ്ട് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്തിട്ടൊന്നും കാര്യമില്ലാന്ന് ഞാൻ അവനോട് പറഞ്ഞു. നിങ്ങൾ പറഞ്ഞ മാതിരി തന്നെ ഏട്ടനും അഞ്ചന്മാരും ആങ്ങളെയും പെങ്ങന്മാരും മുണ്ടാതെ നടക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ഓലെ നിസ്കാരത്തിന്റെ കാര്യത്തിലും സക്കാത്ത് കൊടുക്കുന്ന കാര്യത്തിലും നോൻപ് എടുക്കുന്ന കാര്യത്തിലും ഒക്കെ മുന്നിൽ കേൾക്കാറ്. ഇങ്ങനെ മുണ്ടാതെ നടന്നിട്ട് ഇതൊക്കെ ചെയ്തിട്ട് എത്താ കാര്യമുള്ളത്? ഇങ്ങനൊക്കെ തെറ്റി നടക്കേണ്ട കുറെ മനുഷ്യന്മാരുണ്ട് നബീസു. നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ആരോടും തെറ്റും കുറ്റും ഇല്ലാതെ ഈ ലോകത്ത് നല്ല രീതിയിൽ ജീവിച്ചാൽ നോക്കുക, അതാപ്പ ചെയ്യേണ്ടത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഞങ്ങളോട് പറയാനാവൂലാച്ചിട്ട് ഇരിക്കുന്നു. പിന്നെ പറയാതിരിക്കാനും വെച്ചല്ലോ. അതെന്താ നബീസു? നമ്മളെ മൂട്ടി പറയാനേ ഓള് ഓളെ പെരീക്ക് പോവാണ്.
സുക്കൂർ ഒരു സാധനം കൊണ്ടാതെ ഞാൻ എന്താ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നു. ഓള് ആ പറഞ്ഞ വർത്താനത്തിൽ ഞാൻ എന്താ മറുപടി പറയാം? ഞാനും മുണ്ടാതെ അങ്ങനെ നിന്നു. ഇജ്ജ് ഓളോട് പോവല്ലേന്ന് പറയാം. ഉള്ളത് തിന്ന് കുടിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കാൻ പറയും. സുക്കൂറിനോട് നമ്മൾ എത്ര പറഞ്ഞാലും ഓ നന്നാവൂല. ഓ അതേമാതിരിക്ക് തന്നെ പോവുള്ളൂ. ഓളിപ്പോൾ പട്ടിനൊന്നും കെടുക്കണില്ലല്ലോ. അതല്ല ഇനി ഓൾക്കോളെ പെരയ്ക്ക് പോകണമെങ്കിൽ ഓളോട് പോകാനും പറഞ്ഞാൽ നല്ല രീതിയിൽ നാട്ടുകാരൊക്കെ അറിഞ്ഞിക്കാണ്ട് പോയിക്കാണ്ട് അതും ഇതും പറയാം ആൾക്കാർ. ഇപ്പം നമ്മൾ കുറച്ച് പൈസക്കേ കുറവുള്ളൂ. മാനം കൂടി കാടല്ലേ എന്നോളോട് പറയുക.